മിയ, ഈ വാമ്പയർ കേപ്പ് ശരിയാകും. നാളത്തെ പാർട്ടിയിൽ എന്റേതായിരിക്കും ദ ബെസ്റ്റ് കോസ്റ്റ്യൂം. അതൊക്കെ സെറ്റാവും ജോൺ. ഞാൻ ഈ പ്രേതവേഷം അങ്ങോട്ട് കടിപ്പിക്കാൻ പോവുക. നിന്റെ കയ്യിലെ നഖങ്ങളൊന്നും എടുത്തേ. ഈ ഹൊറർ ഐറ്റംസ് കിട്ടാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയാമോ. ഏതായാലും ഈ വെസ്റ്റേൺ ട്രെൻഡ് പൊളിയാണ്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇപ്പോഴും ഇതിന് വലിയ അക്സെപ്റ്റൻസ് ഇല്ല. പക്ഷെ എറണാകുളമാണ്, ആർക്കും പ്രശ്നമില്ല. അതിനെന്താ, ഇത് ജസ്റ്റ് ഒരു ഫൺ പാർട്ടി. പേടിപ്പിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, ഡാൻസ് ചെയ്യുക. പള്ളിക്കാര്യങ്ങൾ നോക്കുന്ന ഓൾഡ് ജനറേഷൻ അനാവശ്യമായി പ്രതികരിക്കുന്നതാ. ഹേ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഇവിടെ ഇരുന്ന് രഹസ്യമായി എന്തോ പണി നടക്കുന്നുണ്ടല്ലോ. ഓ സാറാ, വാ വാ, നീ ഇതൊന്ന് കണ്ടേ. നാളത്തെ ഹാലോവിൻ പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ കോസ്റ്റ്യൂംസ് റെഡിയാക്കുവാണ്. നിനക്കും വരാം. ഇത് കണ്ടോ, എന്റെ ഗോസ്റ്റ് കോസ്റ്റ്യൂം. നീ ആരായിട്ടാണ് വരുന്നത്? ഏഞ്ചൽ വേഷം വേണ്ട കേട്ടോ, ഓൾഡ് ഫാഷനാണ്. ഹാലോവീൻ പാർട്ടി എന്ന് വെച്ചാൽ ഈ വേഷങ്ങൾ ധരിച്ചുള്ളതാണോ? ഡെവിൾ, വാമ്പയർ, സോംബി വേഷങ്ങൾ? അതെ, ഹാലോവിൻ എന്നാൽ അതാണല്ലോ ട്രെൻഡ്, ഭീകരമായ വേഷങ്ങൾ. ഹാലോവീൻ എന്നാൽ ഹൊറർ മാത്രമല്ല ജോൺ. നമ്മൾ കത്തോലിക്കരെ സംബന്ധിച്ച് അതൊരു പ്രധാനപ്പെട്ട ദിവസത്തിന്റെ തലേന്നാണ്. ഹാലോവീൻ എന്ന വാക്ക് വന്നത് ഓൾ ഹാലോസ് ഈവ് എന്നതിൽ നിന്നാണ്. അതായത് വിശുദ്ധരുടെ തിരുനാളിന്റെ തലേന്ന്. നവംബർ 1 ഓൾ സെയിൻസ് ഡേ ആണ്, എല്ലാ വിശുദ്ധരെയും ഓർമ്മിക്കുന്ന ദിവസം. അയ്യോ, ഞാനൊരിക്കലും അതങ്ങനെ ചിന്തിച്ചില്ല. എനിക്ക് അതൊരു വെറും ട്രെൻഡ് ആയിരുന്നു. പഴയ യൂറോപ്പിൽ വിശുദ്ധരുടെ തിരുനാളിന് തലേന്ന് ആളുകൾ വിശുദ്ധരെ പോലെ വേഷം ധരിച്ച് നടക്കുമായിരുന്നു, തിന്മയുടെ ശക്തികളെ ഭയപ്പെടുത്താൻ. പിൽക്കാലത്ത് അത് സെക്യുലർ ആയപ്പോൾ തിന്മയുടെ വേഷങ്ങൾ ട്രെൻഡായി മാറി. അപ്പോൾ നമ്മൾ ഈ ഡെവിൾ വേഷം ധരിക്കുന്നത് തെറ്റാണോ? തെറ്റ് എന്നതിനേക്കാൾ നമ്മുടെ വിശ്വാസത്തിന് ചേരുന്നതല്ല. നമ്മൾ ക്രിസ്ത്യാനികൾ വിശുദ്ധരെ അനുസ്മരിക്കുന്ന ദിവസത്തെ തിന്മയുടെ രൂപങ്ങൾ ആഘോഷിക്കാൻ ഉപയോഗിക്കുന്നത് ശരിയാണോ? ഉദാഹരണത്തിന് ക്രിസ്മസ് ദിവസമോ ഈസ്റ്റർ ദിവസമോ ഇങ്ങനെ ഒരു ഡെവിൾ കോസ്റ്റ്യൂം ഇട്ട് ഷോ നടത്തിയാലോ? ശരിയാണ്. നമ്മുടെ ഇടവകയിൽ നിന്ന് തന്നെയല്ലേ നമ്മൾ പുറത്തു പോകുന്നത്. നമ്മൾ 12ാം ക്ലാസ്സുകാരാണ്. മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവും. അതാണ് പ്രധാനം. നമ്മൾ നമ്മുടെ ക്രിസ്തീയ സാക്ഷ്യം കാത്തു സൂക്ഷിക്കണം. എനിക്ക് പാർട്ടികൾക്ക് പോകുന്നതിനോ ഫൺ ആകുന്നതിനോ എതിർപ്പില്ല. പക്ഷേ നമ്മുടെ കോസ്റ്റ്യൂംസ് എതിർ സാക്ഷ്യങ്ങൾ നൽകരുത്. അതിലും പ്രധാനം, ഇത്തരത്തിലുള്ള പാർട്ടികളെല്ലാം തന്നെ അതിരുകടന്ന ആഘോഷം ചെന്നെത്തുന്ന ലഹരികളിലേക്കാണെന്ന് നമ്മൾ അറിയണം. അയ്യോ ജോൺ, പ്രശ്നമാകുമോ? പ്രശ്നമാകാം. ട്രെൻഡ് എല്ലാം അനുകരിക്കേണ്ടവയല്ല, പ്രത്യേകിച്ച് അത് നമ്മുടെ വിശ്വാസത്തിന് കൗണ്ടർ വിറ്റ്നസ് നൽകുന്നതാണെങ്കിൽ. ഓ, ഈ ഹാലോവിൻ നമ്മുടെ സകല വിശുദ്ധ ആത്മാക്കളുടെ ദിവസത്തിന് കൗണ്ടർ ആയിട്ടുള്ള ഒരു ആഘോഷം അതേ ദിവസം തന്നെ നടക്കുന്നു എന്നുള്ളത് ഞാൻ ഗൗരവമായി ആലോചിച്ചിരുന്നില്ല. അപ്പോ നമുക്ക് വേറൊരു പാർട്ടിയിൽ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് പോകണമെങ്കിൽ വിശുദ്ധരെ പോലെ പോകണാനാണോ നീ പറയുന്നത്? ഒരു പക്ഷേ മദർ തെരേസ കോസ്റ്റ്യൂം? ജോൺ, അതൊരുപാട് കൂടിപ്പോയി. കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിക്കൂടെ? തീർച്ചയായും. നല്ല കളർഫുൾ ആയ കഥാപാത്രത്തെ പോലെ വേഷമിട്ടൊക്കെ പാർട്ടികൾക്ക് പോയിക്കൂടെ? നല്ല നിറമുള്ള കോസ്റ്റ്യൂമുകളാവാം. പൈശാചികമായതോ അക്രമം നിറഞ്ഞതോ മരണം സൂചിപ്പിക്കുന്നതോ ആയ വേഷങ്ങൾ നമുക്ക് വേണ്ട. നമ്മുടെ സന്തോഷം ആരോഗ്യകരമാവട്ടെ. ഇനി ഹാലോവീൻ ദിവസം വൈകുന്നേരം നമ്മുടെ പള്ളിയിലും നമുക്കൊരു പാർട്ടി വെച്ചൂടെ? അപ്പോ നമുക്ക് ബൈബിൾ കഥാപാത്രത്തെ പോലെ വിശുദ്ധരെ പോലെ കളർഫുള്ളായി പള്ളിയിലും വരാലോ. എന്റെ വാമ്പയർ പ്ലാൻ ശരിയാണ്. ഈ ഡെവിൾ കോസ്റ്റ്യൂം ഒന്ന് ഒഴിവാക്കാം. ഇനിയിപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും? നമുക്ക് ഹാലോവിൻ പാർട്ടിക്ക് പോകണ്ട ജോൺ. സാറ പറഞ്ഞ പോലെ മറ്റു പാർട്ടികൾക്കൊക്കെ പോകാം. നിങ്ങൾ തീരുമാനിക്ക്. ക്രിസ്തീയമായ സന്തോഷവും വെളിച്ചവും നൽകുന്ന വേഷങ്ങളാകട്ടെ നമ്മുടെ ഹാലോവീൻ ആഘോഷം. സാറ, യു ആർ ഗ്രേറ്റ്. നാളെ എങ്ങനെയെങ്കിലും പള്ളിയിൽ ഒരു വിശുദ്ധ ഹാലോവിൻ പാർട്ടി ചെയ്യാൻ പറ്റുമോ എന്ന് അച്ഛനോട് ചോദിക്കണം. നീയും കൂടെ വരണം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോകാം, ഒരു വിശുദ്ധ കൂട്ടമായിട്ട്. നോക്കാം. എന്നാൽ ശരി, എന്റെ പുസ്തകങ്ങൾ കൊടുക്കണം. See you.